കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. കൊട്ടേഷൻ സംഘത്തിന് സഹായം നൽകിയ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കൊണ്ടോട്ടി സ്വദേശിയായ മുഹമ്മദ് റിസ്വാൻ, അനസ് എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട്. നോക്കാം ലതീഷ്, ഈ തട്ടിക്കൊണ്ടുപോയ വ്യക്തിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ തുടരുന്നു എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അനൂസ് റോഷൻ, അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. കർണാടക കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിലെന്നാണ് അറിയുന്നത്. ഇപ്പോൾ 2 പേര് പിടിയിലായിട്ടുണ്ടല്ലോ. ഇവർ പിടിയിലാകാനുള്ള സാഹചര്യം എന്താണ്? മനു, കൊട്ടേഷൻ സംഘത്തിന് സഹായം നൽകിയ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊണ്ടോട്ടി സ്വദേശികളാണിവർ. കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് റിസ്വാൻ, 22-കാരൻ മുഹമ്മദ് റിസ്വാനും 24 വയസ്സുള്ള അനസുമാണ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമാണ്, താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അനൂസ് റോഷനായി അന്വേഷണം നടത്തുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഘം സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ സംഘം എത്തിയ കാറിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ബൈക്കുണ്ടായിരുന്നു. ആ ബൈക്കിൻ്റെ ഉടമയാണ് റിസ്വാൻ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഘം അനൂസ് റോഷനയുമായി കർണാടകയിലേക്ക് കടന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം പോലീസിന് ലഭിച്ചത്. കർണാടകയിൽ തന്നെ മൈസൂരു, അതേപോലെ തന്നെ ഷിമോഗ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന, പോലീസിൻ്റെ പ്രത്യേക സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൾ അധികം വൈകാതെ വലയിലാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് കൊടുവള്ളി കിഴക്കൊത്ത് സ്വദേശി അനൂസ് റഹ്മാനെ വീട്ടിലെത്തിയ കൊട്ടേഷൻ സംഘം, കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. സഹോദരൻ അജ്മലുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേർക്കായി പോലീസ് ഇന്നലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇവരുടെ പേര് വിവരം ഇങ്ങനെയാണ്: ഷബീർ, ജാഫർ, നിയാസ് എന്നിവർക്കായുള്ള ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മനു, ശരി, ഏതായാലും അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാമ്പത്തിക ഇടപാടുകളാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കിയെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരും. കഴിഞ്ഞ ദിവസം ഈ തട്ടിക്കൊണ്ടുപോയവരുടെ CCTV ദൃശ്യങ്ങൾ, ആ കാറ് ഒരു ചായക്കടയിൽ നിർത്തി അവർ ചായ കുടിക്കാൻ ഇറങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ അന്വേഷണം മുന്നോട്ട് പോകുന്നു.